എന്തുകൊണ്ട് സ്കോളർഷിപ്പുകളിൽ ഈ ഗവൺമെൻറ് കൈവെക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ വാദമെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ദളിത് കമ്മ്യൂണിറ്റി ആവട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആവട്ടെ, അവർ ഭയപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നവർ വിദ്യാർത്ഥികളാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ അവർ ഭയപ്പെടുന്നു. NRC CA സമര കാലഘട്ടം നമുക്കറിയാം. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൂന്നൂൽ ധരിച്ച വിദ്യാർത്ഥികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ മുദ്രാവാക്യത്തോടൊപ്പമാണ് എന്നവർ പറഞ്ഞു. അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് മുസ്ലിം കുട്ടികൾ പുറത്തു വന്ന് സമരം ചെയ്യുമ്പോൾ അവിടുത്തെ BJPയുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ബോർഡ് നോക്കൂ, ആ ബോർഡൊന്ന് വായിക്കൂ. അയാൾ പരസ്യമായി പ്രസംഗിച്ചതാണ്. നിങ്ങൾ അവരുടെ നെറ്റിയിലേക്ക് നോക്കൂ, അവരുടെ താടിയിലേക്ക് നോക്കൂ, താടി രോമങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെ മറികടന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല വിദ്യാർത്ഥികൾ പൂർണ്ണം ധരിച്ചിട്ട് ഷർട്ട് വലിച്ചു കീറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരുടെ കൂടെയാണ്. വിദ്യാസമ്പന്നമായ ഒരു തലമുറക്ക് മുമ്പിൽ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയും നടപ്പിലാക്കാൻ സാധിക്കാറില്ല. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും ദളിത് കമ്മ്യൂണിറ്റിയും വലിയ മുന്നേറ്റം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്നു. അതിനെ തകർക്കുക എന്ന അജണ്ടയാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച സ്കോളർഷിപ്പിൻ്റെ മുകളിൽ കൈവെക്കാൻ വേണ്ടി ഇവർ തയ്യാറായത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമ്മുടെ MANF സ്കോളർഷിപ്പ് വളരെ പ്രധാനമായി ന്യൂനപക്ഷ സമൂഹം വലിയ തോതിൽ ഉപയോഗിക്കുന്ന സ്കോളർഷിപ്പാണ്. നിർത്തലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പാർലമെൻറ്റിനകത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായ സ്കോളർഷിപ്പിൻ്റെ ആവശ്യമില്ല, ഇവിടെ കോമൺ ആയ സ്കോളർഷിപ്പുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നാണ്. എന്ന് വെച്ചാൽ ആ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അവർ പിറകിൽ നിൽക്കുന്നു എന്നതിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉപാധിയായി മുൻകാല ഭരണകൂടങ്ങൾ മുന്നോട്ട് വെച്ച ഈ സ്കോളർഷിപ്പിനെ ഞങ്ങൾ മാറ്റിക്കളയുന്നു. കാരണം അവർ മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ്. അവർ സമ്പത്തുണ്ടാക്കുന്നു എന്നത് ഞങ്ങൾക്ക് തടസ്സമല്ല, അവർ ആയുധങ്ങൾ വെച്ച് പോരാടാൻ വരുന്നു എന്നത് ഞങ്ങൾക്ക് തടസ്സമല്ല, അവർ ആൾക്കൂട്ടങ്ങളായി മാറുന്നു എന്നത് ഞങ്ങൾക്ക് തടസ്സമല്ല. പക്ഷേ വിദ്യാസമ്പന്നരായി വന്നാൽ അവരെന്തു സംഭവിക്കും? ഈ കോളേജിനകത്ത് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ, മുസ്ലിം പേര് പറയുമ്പോൾ, അജ്മൽ കസബിൻ്റെ പിന്തലമുറക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ ആ ക്യാമ്പസിനകത്ത് തിരിച്ച് തർക്കിക്കാൻ കഴിയുന്ന ശേഷിയുള്ള കുട്ടികളായി അവർ മാറും. അവർ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ രോഹിത് വെമുലമാരായി അവർ മാറും. അങ്ങനെ മാറുന്ന രോഹിത് വെമുലമാരെ, അല്ലെങ്കിൽ അങ്ങനെ മാറുന്ന ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അജ്മൽ കസബിൻ്റെ പിൻഗാമിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ കഴിയുന്ന ഒരു സർഗശേഷിയുള്ള ഒരു വിദ്യാർത്ഥികളെ അവർ ഭയപ്പെടുന്നു വന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ കൈവെക്കുന്നത് കൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.